അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രതിച്ഛായ സിനിമ എങ്ങനെ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. എന്ന് വെച്ചാൽ മോശവും അല്ല, എന്നാൽ നമുക്ക് ഒരു പ്രാവശ്യം കണ്ടു മറക്കാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ, അയാളുടെ ഫാമിലി, അവിടുത്തെ ഇമോഷൻസ്, കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ടായിട്ട് വരുന്നത്. അല്ലാതെ ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയെ വെളുപ്പിക്കാനോ ഒരു നേതാവിനെ വെളുപ്പിക്കാനോ അതിനുവേണ്ടി എടുത്തൊരു പ്രൊപ്പഗണ്ട പടമല്ല ഇത്. പിന്നെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഒരു കൂട്ടം സീനിയർ ആക്ടേഴ്സ്, മലയാളത്തിലെ സീനിയർ ആക്ടേഴ്സ് ഇഷ്ടം പോലെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അവരെല്ലാം തന്നെ എന്താ പറയുന്നത്, ഒരു അഭിനയിച്ച് തഴക്കം വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്യാരക്ടർ എന്തൊക്കെ കൊടുക്കണം, അതിനെന്തൊക്കെ വേണം എന്നുള്ളത് അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെയാണ് നിവിൻ പോളി ആണെങ്കിലും എന്താ പറയുന്നത്, ഈ സിനിമയ്ക്ക് ആവശ്യമായുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം ഇട്ട് അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ് പുള്ളി ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാമറ വർക്കാണ്. ക്യാമറ വർക്ക് അത്യാവശ്യം എന്താ പറയുന്നത്, നൈസ് ഷോട്ട്സും വിഷ്വൽസും ലൈറ്റിങ്ങും കളറിങ്ങും എല്ലാം കൊണ്ടും തന്നെ ക്യാമറ അത്യാവശ്യം എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. പിന്നെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ചേരുന്നൊരു സ്കോർ തന്നെയാണ് ജസ്റ്റിൻ വെറീസ് കൊടുത്തിരിക്കുന്നത്. മോശമല്ല, എന്നാൽ എന്താ പറയുന്നത്, ഈ സിനിമയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് പുള്ളി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് മീഡിയാസ്, കുറച്ച് ഡേറ്റ സെറ്റപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ സിനിമയ്ക്കകത്തൂടെ പറയുന്നുണ്ട്. അതെല്ലാം അത്യാവശ്യം എന്താ പറയുന്നത്, ഒരു റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കറണ്ട് പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആർക്കാണെങ്കിലും അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. മീഡിയയുടെ കുറച്ച് കേസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതൊരു മോശം സിനിമയല്ല. നിങ്ങൾക്ക് പോയി എന്താ പറയുന്നത്, ഒരു 2.25 മണിക്കൂർ നേരം കാണാൻ പറ്റുന്ന, എന്താ പറയുന്നത്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് വാച്ച് ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. അപ്പം ഇനി നമുക്ക് വേറൊരു സിനിമയുടെ വിഷയത്തിൽ കൂടെ കാണാം. അപ്പം